വളർത്തുന്ന പശുവാന്നേലും ആടാന്നേലും കാളയാന്നേലും പോത്താന്നേലും എരുമയാന്നേലും അതിന് ക്രമമുണ്ട്. ഉദാഹരണം, രാവിലെ വീട്ടുകാരെഴുന്നേക്കും, ഈ കന്നുകാലി എഴുന്നേക്കും. കറവയുള്ള പശുവിനാണ് അതിന് കൂടുമെല്ലാം കഴുകി അകിടുമെല്ലാം കഴുകി പാല് കറന്നെടുക്കും. സമയത്ത് വെള്ളം കൊടുക്കും, കാടി കൊടുക്കും, തീറ്റ കൊടുക്കും. എല്ലാം ടൈമാണ്. കുളിപ്പിക്കും, അഴിച്ചു കെട്ടും. പറമ്പുണ്ടെങ്കിൽ അങ്ങോട്ട് അടിച്ചു കെട്ടും. ഇനി കണ്ടത്തിൽ കുറ്റിയടിച്ച് പോച്ചയുള്ളിടത്ത് നിന്ന് കണ്ടത്തിലോട്ട് ചെന്ന് അഴിച്ചു വിട്ട് സൂക്ഷിക്കാന്നാല് നമ്മുടെ കൂട്ടിൽ വന്ന് കയറും. കണ്ടത്തിൽ നിന്ന് അഴിച്ചു വിട്ട സൂക്ഷിച്ചത് അത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയല്ല, ചാലക്കമ്പോളത്തിലോട്ടും പോവുകയല്ല. സൂക്ഷിച്ച നമ്മുടെ വീട്ടിലെ കൂട്ടി വന്ന് കയറും. മനസ്സിലായോ? ആ ഉടയവൻ അല്ലെ അമ്മ അതിൽ എങ്ങാനും നടന്ന ഉടനെ ഇത് തലമുക്ക് ഒന്ന് കരയും. ചില അമ്മമാര് വരുന്നടി ഉടനെ നിൽക്കും, ഇണങ്ങിയ നിൽക്കുന്നുണ്ട്. അതാ കന്നുകാലിയുടെ വിശേഷം. എന്നാ ചന്തക്കാളെ അങ്ങനല്ല. കാണുന്നിടത്ത് കിടക്കുക, കിട്ടുന്നത് തിന്നുക, ഇഷ്ടമുള്ളിടത്തെല്ലാം അപ്പിയിടുക. മീൻ മേടിക്കാൻ അമ്മ മീൻ്റെ വില പറഞ്ഞപ്പോ അമ്മയുടെ തുണി കവണി ഇതിന്റെ വായിക്കകത്ത് തള്ള അറിഞ്ഞില്ല. തള്ള മാർഗം ചെയ്തപ്പോ കവണി അത് പ്ലാസ്റ്റിക് കൂടും തിന്നും, ബേസ് ബോർഡും തിന്നും, പഴുത്തൊലിയും തിന്നും. മനസ്സിലാകുന്നുണ്ടോ? അതിന് ക്രമമൊന്നുമില്ല. ഇന്ന് ഈ കടത്തണ്ടല്ല കടന്നെങ്കിൽ നാളെ അപ്പുറത്തെ കടത്തണ്ടേ. അത് കഴിയുമ്പോൾ നമ്മളാണ്ട പിന്നെ ട്രാഫിക്കിന്റെ മൂല കിടക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് ചെന്നപ്പോ കേശവദാസ ടേണിങ് ഉള്ളൂരിന് തിരിക്കുന്നിടത്ത് വീട്ടിൽ വളർത്തുന്ന അങ്ങനെയാണോ? അല്ല. അപ്പോൾ ഹോമയാഗത്തിന് പ്രമാണം വെച്ചപ്പോൾ കന്നുകാലികളിൽ നിന്നൊന്നിനെ വേണം യാഗം കഴിക്കാൻ. ഇതിന്റെ ആത്മീക പാഠം ഇത്രയേ ഉള്ളൂ. ആരാധന സഭാഗോളിലല്ല വെളിപ്പെടേണ്ടത്, ആദ്യം വീട്ടിൽ വെളിപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? സഭാഗോളി വരുമ്പോ ആരാധിക്കണം, പാടണം, പ്രാർത്ഥിക്കണം, നൃത്തം ചെയ്തോണം. പക്ഷെ ആദ്യം ആരാധന വെളിപ്പെടേണ്ടത് വീട്ടില. ഇത് വീട്ടിൽ പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഒന്നുമില്ല. സഭാഗോളി വന്നു കഴിയുമ്പോൾ മൈക്കിന്റെ ഓളിയം കൂട്ടി അടിച്ച് പെരുക്കി നിർത്തുകയില്ല, നിയന്ത്രണവും ഇല്ല. നമ്മൾ പറഞ്ഞ ഭയങ്കര സാന്നിധ്യമായിരുന്നു. ചില പറഞ്ഞത് എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം പുസ്തകത്തിലില്ല. ഇതിനകത്തുള്ളതെല്ലാം എന്തെന്നുള്ളതാണ്. എന്തെന്നില്ലാത്ത ചില പറയത്തില്ലേ ദൈവാത്മാവ് ഏതാണ്ടല്ല, അതിനെ ബോധക്കേടുള്ള ആത്മാവാണോ? ദൈവാത്മാവ് ചെയ്യുന്നതെല്ലാം ദൈവാത്മാവിന് നല്ല ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം.